നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുംഭക്കൂറുകാരുടെ 2026 ഓഗസ്റ്റ് മാസത്തിലെ നക്ഷത്രഫലങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പരിശോധിക്കുന്നത്. കുംഭക്കൂറിലെ നക്ഷത്രങ്ങളാണ് അവിട്ടത്തിന്റെ 3ഉം 4ഉം പാദങ്ങളും, ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങളും. ഫലചിന്തനത്തിലേക്ക് പോകും മുമ്പ് ആദ്യം നമുക്ക് ഈ മാസത്തെ ഗ്രഹസ്ഥിതികൾ പരിശോധിക്കാം. സൂര്യൻ ഓഗസ്റ്റ് മാസം 17-ാം തീയതി വരെ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു. അന്ന് രാവിലെ 7:58 ചിങ്ങം രാശിയിലേക്ക് വരുന്നു. ചൊവ്വ ഓഗസ്റ്റ് മാസം 2-ാം തീയതി രാത്രി 10:51 മുതൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ ഓഗസ്റ്റ് മാസം 5-ാം തീയതി വരെ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. അന്ന് രാത്രി 7:53 കർക്കിടകം രാശിയിലേക്ക് വരുന്നു. ബുധന് ഓഗസ്റ്റ് മാസം 14-ാം തീയതി പുലർച്ചെ 1:29 മുതൽ മൗഢ്യം ബാധിക്കുന്നു. വ്യാഴം കർക്കിടകം രാശിയിൽ മൗഢ്യത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഓഗസ്റ്റ് മാസം 13-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3:53 വ്യാഴത്തിന്റെ മൗഢ്യം അവസാനിക്കുകയും ചെയ്യുന്നു. ശുക്രൻ ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാവിലെ 9:27 മുതൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു. ശനി മീനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഗ്രഹനിലകൾ വെച്ചിട്ട് നമുക്ക് ഈ കൂറുകാരുടെ 2026 ഓഗസ്റ്റ് മാസത്തിലെ നക്ഷത്രഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തി നോക്കാം. കുംഭക്കൂറുകാരുടെ രാശിയാധിപനും 12-ാം ഭാവാധിപനുമാണ് ശനി. ഇപ്പോൾ 2-ാം ഭാവമായ മീനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ചാരവശാൽ ശനി നമ്മുടെ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് 7 ശനിയുടെ അവസാന ഘട്ടമാണ്. ഇത് നമുക്ക് സാമ്പത്തികപരമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടുതരുന്നു. കുടുംബസുഖവും ഇപ്പോൾ കുറയുന്നതാണ്. വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി വാഗ്വിരോധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കലഹങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. യാത്രകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം. നമ്മുടെ സന്താനങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം. കള്ളന്മാരിൽ നിന്നുമുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഭാവാധിപത്യം വെച്ച് നോക്കുമ്പോൾ നല്ല ഫലങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുക വഴി നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. മാത്രമല്ല നമ്മുടെ അധ്വാനത്തിൽ കൂടി നല്ല വരുമാനമുണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നതാണ്. എങ്കിലും ഇപ്പോൾ നമ്മുടെ ആരോഗ്യനില അല്പം മോശമാകാൻ സാധ്യതയുണ്ട്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അമിതമായ ചിലവുകൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. മനസ്സിൽ ആത്മീയപരമായ ഒരു ചായ്വ് ഉണ്ടാകുന്ന സമയമാണ്. വിദേശയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടവുമായിരിക്കും. ഇപ്പോൾ തന്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി ശനിയുടെ മേൽ പതിയുന്നതിനാൽ നല്ല ഫലങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. വ്യാഴം ഇവർക്ക് 2ഉം 11ഉം ഭാവാധിപനാണ്. ഇപ്പോൾ സഞ്ചരിക്കുന്നത് 6-ാം ഭാവമായ കർക്കിടകം രാശിയിലാണ്. ചാരവശാൽ വ്യാഴം നമ്മുടെ 6-ാം ഭാവത്തിൽ വരുന്നത് നല്ലതല്ല. ഇത് നമ്മുടെ ഈശ്വരാധീനം നന്നെ കുറച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സാമ്പത്തികപരമായ നഷ്ടങ്ങളും രോഗങ്ങളും ഉണ്ടാകാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളും മടിയും അലസതയും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത് തന്റെ ഉച്ചക്ഷേത്രത്തിലായതിനാൽ ദോഷഫലങ്ങൾ നല്ല ഒരളവ് വരെ കുറയുന്നതാണ്. എങ്കിലും ഓഗസ്റ്റ് മാസം 13-ാം തീയതി വരെ വ്യാഴത്തിന് മൗഢ്യം ബാധിച്ചിരിക്കുകയാണ്. അതിനാൽ ഓഗസ്റ്റ് മാസം 13-ാം തീയതി വരെ വ്യാഴത്തിൽ നിന്നും മോശം ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. എങ്കിലും 13-ാം തീയതിക്ക് ശേഷം വ്യാഴത്തിന്റെ മൗഢ്യം മാറുമ്പോൾ നല്ല ഫലങ്ങൾ കൂടുതൽ ലഭിക്കുകയും ചെയ്യും. വ്യാഴം 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ശത്രുക്കളുടെ ഉപദ്രവമുണ്ടാകും എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ഭാവാധിപത്യം വെച്ച് നോക്കുമ്പോൾ ഈ ശത്രുക്കളുടെ മേൽ ഒരു വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ മുമ്പ് വാങ്ങിച്ച കടം വഴിയോ അല്ലെങ്കിൽ രോഗം വഴിയോ നല്ല ഒരു ചിലവ് വന്നു ചേരാൻ സാധ്യതയുണ്ട്. നമ്മുടെ കർമ്മമേഖലയിൽ അധ്വാന ഭാരം വർദ്ധിക്കുവാനും ഇടയുണ്ട്. 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി നമ്മുടെ 2-ാം ഭാവത്തിലും 10-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും പതിയുന്നു. വ്യാഴം ഇവർക്ക് 2-ാം ഭാവാധിപൻ തന്നെയാണല്ലോ. ഭാവാധിപൻ എന്ന നിലയിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി 2-ാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി ഉണ്ടാകുന്നു. കുടുംബസുഖവും ലഭിക്കുന്നു. വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നു. ഇപ്പോൾ നമുക്ക് നല്ല വാക്ചാതുര്യവും ലഭിക്കുന്നു. നമ്മുടെ കർമ്മമേഖലയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നു. കർമ്മമേഖലയിൽ നല്ല അഭിവൃദ്ധിയും ലഭിക്കുന്നു. ഇപ്പോൾ നമുക്ക് ധാരാളം ചിലവുകൾ ഉണ്ടാകാമെങ്കിലും ആ ചിലവുകൾക്കെല്ലാം ഒരു നിയന്ത്രണം കൈവരുന്നു. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ചിലവുകളെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും. മനസ്സിൽ ആത്മീയപരമായ കാര്യങ്ങൾ ഇപ്പോൾ ഉടലെടുക്കുന്ന സമയവുമാണ്. വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും നല്ല കാലഘട്ടം തന്നെയാണ്. ചൊവ്വ ഇവർക്ക് 3ഉം 10ഉം ഭാവാധിപനാണ്. ഓഗസ്റ്റ് മാസം 2-ാം തീയതി മുതൽ 5-ാം ഭാവമായ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. ചാരവശാൽ ചൊവ്വ നമ്മുടെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നല്ല ഫലങ്ങളല്ല തരുന്നത്. ജ്വരമനുചിത ചിന്താം പുത്രഹേതും വ്യതാംബ കലയതി കലകം സ്വൈഹി പഞ്ചമേ ഭൂമിപുത്രഹ എന്നാണ് പ്രമാണം.
ഇതിൻ്റെ അർത്ഥം ചൊവ്വ നമ്മുടെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ജ്വരവും ഉചിതമല്ലാത്ത ചിന്തകളും പുത്രദുഃഖവും കലഹവും ഫലമായി ഉണ്ടാകും എന്നാണ്. 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ സന്താനക്ലേശത്തെയും ദുഃഖത്തെയും വിരഹത്തെയും തരും എന്ന മറ്റൊരു പ്രമാണവുമുണ്ട്. ഭാവാധിപത്യം വെച്ച് നോക്കുമ്പോഴും ഇപ്പോൾ സന്താനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടാകുന്നതാണ്. എങ്കിലും നമ്മുടെ ബുദ്ധി ഇപ്പോൾ വർദ്ധിക്കുന്ന സമയമാണ്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ഇത് നല്ല കാലം തന്നെയാണ്. കലാപരമായ കഴിവുകൾക്കും അനുകൂലമായിരിക്കും ഈ കാലഘട്ടം. സർക്കാരിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഇടവരും. ശുക്രൻ ഇവർക്ക് 4-ഉം 9-ഉം ഭാവാധിപനാണ്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ അഷ്ടമക്കൂറായ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു. ഇത് ശുക്രന്റെ നീചക്ഷേത്രമാണ്. ചാരവശാൽ ശുക്രൻ നമ്മുടെ അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധിയും ദാമ്പത്യ സൗഖ്യവും ലഭിക്കുന്നു. വീട് പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലവുമായിരിക്കും ഈ കാലഘട്ടം. ഭാവാധിപത്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അമ്മയുടെ ആരോഗ്യസ്ഥിതി അല്പം മോശമാകാം. നമ്മുടെ മനസ്സമാധാനവും കുറയാം. വീട്, വാഹനം എന്നിവയെ ചൊല്ലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായി തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാനും ഇടയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു മാറ്റം ഉണ്ടാകാനും ഇടയുണ്ട്. നമ്മുടെ ഭാഗ്യാനുഭവങ്ങൾക്ക് കുറവ് സംഭവിക്കുന്ന സമയമാണ്. എങ്കിലും പിതൃസ്വത്തുക്കൾ എന്തെങ്കിലും ലഭിക്കുവാൻ സാധ്യതയുള്ളവർക്ക് അത് ഇപ്പോൾ ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി ഒരു ധനലാഭവും വന്നു ചേരാൻ. ബുധൻ ഇവർക്ക് 5-ഉം 8-ഉം ഭാവാധിപനാണ്. ഓഗസ്റ്റ് മാസം 5-ാം തീയതി വരെ 5-ാം ഭാവമായ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. ചാരവശാൽ ബുധൻ നമ്മുടെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭാര്യാപുത്ര കലഹമുണ്ടാകും എന്നാണ് പറയുന്നത്. എന്നാൽ ഭാവാധിപത്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സന്താന സൗഖ്യം ലഭിക്കുന്നതാണ്. നമ്മുടെ ബുദ്ധിശക്തി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടവുമാണ്. കലാപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലപ്രാപ്തി ലഭിക്കുന്നതുമാണ്. മുമ്പ് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലപ്രാപ്തി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ പൂർവികർ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലവും ഇപ്പോൾ നമുക്ക് അനുഭവത്തിൽ വരുന്നതാണ്. ഓഗസ്റ്റ് മാസം 5-ാം തീയതി ബുധൻ നമ്മുടെ 6-ാം ഭാവമായ കർക്കിടകം രാശിയിൽ വരികയാണ്. ചാരവശാൽ ബുധൻ നമ്മുടെ 6-ാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് പലവിധ ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്നതാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വിജയവും പലവിധ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നതുമാണ്. ഭാവാധിപത്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ സന്താനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ഉണ്ടാകാം. അല്ലെങ്കിൽ അവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ ഇടയുണ്ട്. നമുക്ക് എന്തെങ്കിലും രോഗങ്ങളോ കടങ്ങളോ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുറച്ച് അലച്ചിലുകളും ഉണ്ടാകാം. എന്തെങ്കിലും കേസുകളിൽ ചെന്ന് പെട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ശത്രുക്കളുടെ നീക്കങ്ങൾക്കനുസരിച്ച് ബുദ്ധിപൂർവ്വം നീങ്ങാനുള്ള ഒരു കഴിവ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. സൂര്യൻ ഇവർക്ക് 7-ാം ഭാവാധിപനാണ്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി വരെ 6-ാം ഭാവമായ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു. ചാരവശാൽ സൂര്യൻ നമ്മുടെ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വിജയവും സ്ഥാനമാനങ്ങളും ശരീരാരോഗ്യവും ലഭിക്കുന്നു. ഭാവാധിപത്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി സൂര്യൻ നമ്മുടെ 7-ാം ഭാവമായ ചിങ്ങം രാശിയിൽ വരികയാണ്. ഇത് സൂര്യൻ്റെ സ്വന്തം ക്ഷേത്രമാണ്. ചാരവശാൽ സൂര്യൻ നമ്മുടെ 7-ാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് ധാരാളം യാത്രകളും അലച്ചിലുകളും ഉണ്ടാകും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും വന്നു ചേരാം, പ്രത്യേകിച്ചും ഉദര സംബന്ധമായ രോഗങ്ങൾ. എന്നാൽ ഭാവാധിപത്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല ദാമ്പത്യ സൗഖ്യം ലഭിക്കുന്നതാണ്. നമ്മുടെ ജീവിത പങ്കാളിയുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാനും സാധിക്കുന്നു. നമുക്ക് ഇപ്പോൾ ധാരാളം നല്ല നല്ല യാത്രകൾ ചെയ്യാനിട വരും, പ്രത്യേകിച്ചും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ. ബിസിനസ് പങ്കാളികളുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാനും ഇപ്പോൾ സാധിക്കുന്നതാണ്. രാഹു ഇപ്പോൾ ജന്മക്കൂറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. രാഹു നമ്മുടെ ജന്മക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കുറച്ച് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്നതാണ്. മാത്രമല്ല ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാകാം, പ്രത്യേകിച്ചും തലവേദന, ഉദര രോഗങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ. രാത്രിയിൽ ഉറക്കക്കുറവും സംഭവിക്കാം. നമ്മൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ എന്തെങ്കിലും തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസാരം വളരെ നിയന്ത്രിക്കേണ്ടതാണ്. 2 വീലറുകൾ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ ചെറിയ അപകട സാധ്യതകളുള്ള സമയമാണ്. കേതു ഇപ്പോൾ 7-ാം ഭാവമായ ചിങ്ങം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ചാരവശാൽ കേതു നമ്മുടെ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നു. മനസ്സിൽ ആത്മീയപരമായ കാര്യങ്ങളായിരിക്കും ഇപ്പോൾ കൂടുതലും വന്നു നിറയുന്നത്. യാത്രകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം. തീർത്ഥാടനങ്ങൾക്ക് അനുകൂലമായിരിക്കും ഈ കാലഘട്ടം. നമ്മുടെ ബിസിനസ് പങ്കാളികളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയവുമാണ്. നമ്മൾ ഇവിടെ പരിശോധിച്ചത് കുംഭക്കൂറുകാരുടെ 2026 ഓഗസ്റ്റ് മാസത്തിലെ നക്ഷത്ര ഫലങ്ങളാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനിലയ്ക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ചും വ്യത്യാസമുണ്ടാകാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി, നമസ്കാരം.